നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഫീസ് ഈടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഉണ്ടെങ്കിൽ അത് നിർത്തണം എന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്തായാലും ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം എത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഈ ഹോർമൂസ് കടലിടുക്ക് നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ടാങ്കറുകളിൽ നിന്നും ഇറാൻ ഫീസ് ഈടാക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവ ഈടാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ഉണ്ടെങ്കിൽ അതിപ്പോൾ അവസാനിപ്പിക്കണം എന്നാണ് ട്രംപിന്റെ വക അന്ത്യശാസനം എത്തിയത്. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണക്കപ്പലുകൾ കടന്നു പോകാൻ ഇറാൻ നിബന്ധനകൾ വെക്കുന്നുവെന്നും തങ്ങൾ തമ്മിലുള്ള കരാർ അങ്ങനെ അല്ല എന്നുമാണ് ട്രംപിന്റെ മറ്റൊരു പോസ്റ്റ്. എന്തായാലും ഇറാനും US തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് മുമ്പായിട്ടാണ് ട്രംപിന്റെ ഈ പ്രതികരണം എത്തിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യവുമായി US ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ച വെള്ളിയാഴ്ച പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കും. രണ്ടാഴ്ച സ്വാഭാവികം വെടിനിർത്തലിന് US ഇറാനും ബുധനാഴ്ച സമ്മതിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യത്തിന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച. ഫെബ്രുവരി 28-ന് US ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെയാണ് പശ്ചിമേഷ്യൻ സംഘർഷഭരിതമായത്. നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാൻ അവരുടെ സ്ഥാനപതിയായ റേസ് അമീറി മുദാഗം വ്യക്തമാക്കി. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചർച്ച എന്നതാണ് വ്യക്തമാകുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് US പ്രതിനിധാനം ചെയ്ത് ചർച്ചയ്ക്കെത്തുക എന്നാണ് നിലവിലെ വിലയിരുത്തൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് കഷ്നറും എന്നിവർ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായേക്കും. വെള്ളിയാഴ്ചത്തെ ചർച്ചയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ഇളവ് ചെയ്യൽ, പശ്ചിമേഷ്യയിലെ സുരക്ഷ ഉറപ്പാക്കൽ, ഇറാന്റെ ആണവ മിസൈൽ പദ്ധതിയുടെ ഭാവി നിശ്ചയിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ദീർഘകാല സമാധാന പദ്ധതികളാകും ചർച്ചയ്ക്ക് വരിക എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാകും ചർച്ചയെന്നും ഇറാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കൽ, ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പ്, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ നിർദ്ദേശങ്ങളിലുള്ളത്. ലെബനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തലിന്റെ കാര്യത്തിൽ ഇരുപക്ഷത്തിനുമിടയിൽ കാര്യമായ അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കിയതിനുള്ള ചർച്ചയ്ക്കിടെയാണ് US ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചു എന്നതിനാൽ സമാധാന ശ്രമങ്ങളെ ഇറാൻ കരുതലോടെയാണ് സമീപിക്കുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ, ഉപപ്രധാനമന്ത്രി കൂടിയായ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ എന്നിവരാണ് നയതന്ത്ര ശ്രമത്തിന് ചുക്കാൻ പിടിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ദർ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനെ ഫോണിൽ വിളിച്ച് പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് ധരിപ്പിച്ചത്. എന്തായാലും കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ്, കുവൈറ്റ് വിദേശകാര്യമന്ത്രി ജാറ ജാബർ അൽ സാഹബ് എന്നിവരും ദർ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും യുദ്ധം അവസാനിച്ചതാണോ, ഇനി അതായത് മറ്റൊരു യുദ്ധത്തിലേക്ക് വീണ്ടും തിരി കൊളുത്തുമോ എന്ന കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകൾ തന്നെ അറിയാം.